ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പം നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെ 7 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 4 മാർക്കിൽ കുറയാതെ ചോദ്യം എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ 7 ഭാഗങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതെല്ലാം നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇത് കാണൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. 8ാമത്തെ ഭാഗത്തിലെ 1ാമത്തെ കണക്ക് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇതിന്റെ ഐഡിയ, എലവേഷൻ ആൻഡ് ഡിപ്രഷന്റെ ഐഡിയ എല്ലാം നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ഞാൻ ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, എലവേഷൻ ആൻഡ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ നോക്കേണ്ട കാര്യം 2 കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത് എലവേഷനും അതേപോലെ തന്നെ 2 പറയുന്നത് ഡിപ്രഷൻ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഡിപ്രഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ വിഷമിച്ച് താഴോട്ട് നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കും അല്ലെ. അത് തന്നെയാണ് താഴോട്ടുള്ള നോട്ടം. താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു കോണളവ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആംഗിൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പൊ മേലോട്ടുള്ള നോട്ടം ഉണ്ടാവുമ്പോൾ അവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് എന്ത്? ആംഗിൾ ഓഫ് എലവേഷൻ. നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്? എങ്ങോട്ട് നിങ്ങൾ നോക്കുക, താഴോട്ടായാലും മുകളിലോട്ടായാലും നിങ്ങൾ നോക്കുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് നേരെ ഒന്ന് നോക്കുക. അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈൻ വ്യൂ കിടക്കുന്നതാണ്ട. നേരെ ഒന്ന് നോക്കണം. നേരെ ഏത് കണക്ക് വന്നാലും നേരെ നോക്കണം. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മളൊന്ന് നേരെ നോക്കണം. എനിക്കിപ്പോ ഇങ്ങനെ പറയുമ്പോൾ ഏറെക്കുറെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുമ്പോൾ ഇത് ക്ലിയർ ആവും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നേരെ നോക്കണം. നേരെ നോക്കിയിട്ട് മോളോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ റൈസ്ഡ് വ്യൂ അല്ലെ. മോളോട്ട് നോക്കുമ്പോൾ ഈ നേരെ നോക്കിയതിനും മോളോട്ട് നോക്കിയതിന്റെ ഇടയിൽ ഒരു ആംഗിൾ ഉണ്ടാവും. ഇതാണ് ആംഗിൾ ഓഫ് എലവേഷൻ. അപ്പൊ നേരെ നോക്കിയതിനും താഴോട്ട് നോക്കിയതിന്റെ ഇടയിലുള്ള, അല്ലെങ്കിൽ താപ്പോട്ടുള്ള നോട്ടത്തിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എന്താണ്? ഡിപ്രഷൻ. ഇതാണ് 2 കാര്യം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ വേറെ ഒന്നും നിങ്ങൾ ഇപ്പം ബോധേടാണ്ട. കണക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കിക്കോളും. എന്താണ്? ഒന്നുകൂടെ ഞാൻ പറയാം. നേരെ നോക്കിയിരിക്കണം, മസ്റ്റായിട്ട് നേരെ നോക്കിയിരിക്കണം. നേരെ നോക്കുന്നതിന്റെയും മുകളിലോട്ടുള്ള നോട്ടത്തിന്റെ ഇടയിലുള്ള കോണളവാണ് എന്ത്? ആംഗിൾ ഓഫ് എലവേഷനും. നേരെ നോക്കുന്നതിന്റെയും താഴോട്ടുള്ള നോട്ടത്തിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ. നമുക്ക് കണക്കിലോട്ട് പോവാം, അപ്പൊ എല്ലാം മനസ്സിലാവും. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. 1ാമത്തെ കണക്ക് വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഫിഗർ വരയ്ക്കണം. ഫിഗറിന് മാർക്കുണ്ട്. ഫിഗർ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു 1.5-2 മാർക്ക് നിങ്ങൾക്ക് ഫിഗറിന് കിട്ടും. ഫിഗർ വരയ്ക്കാൻ പറയുമ്പോൾ ഇപ്പൊ തെങ്ങും മലയും കുന്നും ടവറും ഒക്കെ ചോദിക്കാം. അതെന്ന് പറഞ്ഞാൽ തെങ്ങും മലയും ഒന്നും വരച്ചു വെക്കണ്ട. അതൊക്കെ നമുക്ക് ലൈൻ ഡയഗ്രാം ആയിട്ട് വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുക. When the sun is seen at an angle of elevation 40 degree എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സൂര്യൻ. ഈ സൂര്യനെ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരാൾ നോക്കാൻ പോയി. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരാൾ നോക്കുന്നു. അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി എലവേഷൻ. ഞാൻ പറഞ്ഞു ഈ ഗ്രൗണ്ടിൽ ഒരാൾ നിപ്പുണ്ടെന്ന് മാത്രമേ പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരാൾ നിപ്പുണ്ട്. ഇനി ആളുടെ നീളം എടുത്ത് പറയുകയാണെങ്കിൽ ആ നീളം വരയ്ക്കണം. ഇവിടെ ഒരാൾ നിപ്പുണ്ട്. അയാൾ എന്ത് ചെയ്ത്? ആദ്യം നേരെ ഒന്ന് നോക്കി, എന്നിട്ട് എങ്ങോട്ട് നോക്കി? ഈ സണ്ണിലോട്ട് നോക്കി. ഇവിടുത്തെ ആംഗിൾ ഓഫ് എലവേഷൻ എത്രയാണെന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. അപ്പോൾ ഈ സണ്ണിന് പുറകിലായിട്ട് എന്തുണ്ട്? ഒരു ട്രീ നിപ്പുണ്ട്. ഒരു ട്രീ. ഇതാണ് നമ്മുടെ ട്രീ. ഓക്കെ, അതാണ് പറഞ്ഞത് ലെങ്ത് ഓഫ് ദ ട്രീ ഷാഡോ. ട്രീ നിൽക്കുന്നെങ്കിൽ മാത്രമേ ട്രീക്ക് എന്തുണ്ടാകത്തുള്ളൂ? ഷാഡോ. അപ്പൊ ഇത് ട്രീ ആണെങ്കിൽ ട്രീയുടെ ഷാഡോ ആണ് ഈ A മുതൽ B വരെയുള്ള നീളം അല്ലെ. അപ്പൊ ആ ഷാഡോയുടെ നീളം എത്ര പറയുന്നുണ്ട്? 18 അല്ലെ. അപ്പൊ 18 തന്നിട്ടുണ്ട്. ഇത് ട്രീയും ഗ്രൗണ്ടുമായിട്ടുള്ള ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഈ ട്രീയുടെ നീളം കണ്ടുപിടിക്കാം. തന്നിരിക്കുന്നത് തീറ്റയാണ് അല്ലെ. തീറ്റ ഈസിക്വൽ എത്ര ഡിഗ്രി? 40 ഡിഗ്രി. നിങ്ങൾ മനസ്സിലായി. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിനകത്ത് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ടാൻ തീറ്റ വെച്ചാണ്. ടാൻ ഫംഗ്ഷൻ ആണ് കൂടുതലും ഉപയോഗിക്കുക. ഹൈറ്റും ഡിസ്റ്റൻസും ഒക്കെ കണ്ടുപിടിക്കുക. അതാണെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ടാൻ തീറ്റ അപ്ലൈ ചെയ്യാം. വി ഓൾറെഡി നോ ദാറ്റ് വാട്ട് ഈസ് ടാൻ തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ട്രീയുടെ നീളം. ട്രീയുടെ നീളം നമുക്ക് BC ആയിട്ട് എടുത്താൽ ട്രീയുടെ നീളം BC ഡിവൈഡ് ബൈ എന്താണ്? അഡ്ജസ്റ്റന്റ് സൈഡ് എത്രയാണ്? 80. ഇനി ടാൻ 40യുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയില്ല. ടാൻ 45 അറിയാം, ടാൻ 40 അറിയില്ല അല്ലെ. നമുക്ക് ക്വസ്റ്റിന് തരും ടാൻ 40. അപ്പൊ ടാൻ തീറ്റയുടെ അവിടെ ഞാൻ ടാൻ 40 ഈസ് ഈക്വൽ ടു BC ബൈ 18. ടാൻ 40യുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റിന് തരും 0.8390 എന്നാണ് അതിന്റെ വാല്യൂ. ഈസ് ഈക്വൽ ടു BC ബൈ 18. അപ്പൊ ഈ 18 ഇങ്ങോട്ട് പോയി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് BC ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.83 × 18. ആൻസർ എത്ര കിട്ടി?
15.10 എന്ന് കിട്ടും. അപ്പൊ ട്രീയുടെ നീളം എത്ര കിട്ടി? 15.10. അപ്പൊ ഒന്നാമത്തെ ആൻസർ കിട്ടി 15.10. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് നോക്കി. ബി പാർട്ട് ക്വസ്റ്റ്യൻ്റെ അകത്തും കാര്യങ്ങളുണ്ട്. എന്തുവാ ബി പാർട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കുക. ബി പാർട്ട് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ദ ഷാഡോ? ഷാഡോയുടെ നീളമാണ് അല്ലെ. സണ്ണ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സണ്ണ് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് എന്ത് മാറും? നമ്മുടെ ഈ ആംഗിള് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആംഗിൾ എന്തായി മാറി എന്നാണ് അവർ പറയുന്നത്? ആംഗിള് 80 ഡിഗ്രി. ഫിഗറിന് വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. ഫിഗറിന്റെ അകത്തൊരു ആംഗിളിന് വ്യത്യാസം വരും. ആംഗിൾ എത്രയായി? നേരത്തെ 40 ആയിരുന്നു, ഇപ്പൊ എന്തായി? 80. പക്ഷേ ഷാഡോ, നമ്മുടെ സൂര്യൻ മാറുന്നതനുസരിച്ച് നമ്മുടെ ഷാഡോയുടെ നീളം മാറിക്കൊണ്ടിരിക്കും അല്ലെ. ട്രീയുടെ നീളം മാറത്തില്ല. ട്രീയുടെ നീളം നമുക്ക് ഇപ്പൊ എത്ര കിട്ടി? 50. അപ്പൊ ഈ ട്രീയുടെ നീളം നമുക്ക് എന്ത് ചെയ്യും? 15.10. ജസ്റ്റ് ഞാൻ പറഞ്ഞു ടാൻ തീറ്റ അപ്ലൈ. അപ്പൊ ടാൻ തീറ്റ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ടാൻ 80 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 15.10 ഡിവൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് അല്ലേ, ഈ കാണുന്ന സൈഡ് അല്ലെ, ഈ എ ബി എന്ന് പറയുന്ന സൈഡ്, അതിലെ ഷാഡോ. അപ്പൊ എ ബി അല്ലെ, ഇതിന്റെ അകത്ത് നമുക്ക് എ ബി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 15.10 ഡിവൈഡ് ബൈ ടാൻ 80. ടാൻ 80യുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യന് തരും. ടാൻ 80യുടെ വാല്യൂ എന്ന് പറയുന്നത് 5.67 ആണ്. ആ വാല്യൂ ഇട്ട് കഴിയുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.66 എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എലവേഷനും ഡിപ്രഷന്റെയും കണക്കില് നമ്മൾ എന്ത് ചെയ്യണം? ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ വരയ്ക്കുന്നതിന് മാർക്ക് കിട്ടും. അതേപോലെ എലവേഷൻ എന്താണെന്ന് അറിയണം, ഡിപ്രഷൻ എന്താണെന്ന് അറിയണം അല്ലെ. എലവേഷൻ മേലോട്ടുള്ള കോണിനെയാണ്. അപ്പം മേലോട്ട് നോക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് നോക്കണം? നേരെ നോക്കിയിട്ടേ മേലോട്ട് നോക്കണം. അതിന്റെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് എലവേഷൻ. നേരെ നോക്കിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ അതിന്റെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ആക്കണം. ഈ കണക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത കണക്കും കൂടെ പരിചയപ്പെടാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. രണ്ടാമത്തെ കണക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നും, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും. ശരി, അപ്പൊ ബിൽഡിംഗ് വേണമല്ലോ അല്ലെ. ബിൽഡിംഗ് എവിടെ നിൽക്കത്തുള്ളൂ? ഗ്രൗണ്ടിൽ. ആണ് നമ്മുടെ ഗ്രൗണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന എന്താണ്? ഒരു ബിൽഡിംഗ്. അതാണ് നമ്മുടെ ബിൽഡിംഗ്. ഓക്കെ, ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും എ പേഴ്സൺ എന്നേ പറയുന്നുള്ളൂ. പേഴ്സന്റെ നീളം ഒന്നും പറയുന്നില്ല. അപ്പൊ ഇവിടെ ആരുണ്ട്? ഒരു മനുഷ്യൻ നിപ്പുണ്ട്. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഷോപ്പ് ഓഫ് 30 meters away അല്ലെ. അതായത് ഈ ബിൽഡിങ്ങിൽ നിന്നും ഒരു 30 മീറ്റർ അകലെയുള്ള ഒരു ഷോപ്പിന്റെ എവിടോട്ട് നോക്കുന്നു? താഴോട്ട് നോക്കും. ഷോപ്പിന്റെ മുകളിലോട്ട് താഴെ. എന്തായാലും ഷോപ്പ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഷോപ്പിന്റെ താഴോട്ട് നോക്കാൻ പോകും. അപ്പൊ ഇവിടെ നിന്നും മനുഷ്യൻ താഴോട്ട് നോക്കുമ്പോൾ അത് എന്തായാലും ഡിപ്രഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞു നിങ്ങളോട്, എന്തായാലും ശരി നമ്മൾ ആദ്യം ഇങ്ങോട്ട് നോക്കുക, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുക. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ വ്യൂ. എന്നിട്ട് വേണം നമ്മൾ ഈ ഷോപ്പിന്റെ മുകളിലോട്ട് നോക്കാൻ. അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആംഗിൾ എത്രയാണ്? 25 ഡിഗ്രി. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ആംഗിൾ ഇങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ 25 ആണെങ്കിൽ ഓൾറെഡി ഇതും എന്ത് തന്നെ ആയിരിക്കും? 25 ആയിരിക്കും. നമുക്ക് ആംഗിളും കിട്ടിയല്ലോ. നമുക്ക് വേണ്ട എന്താണ്? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. അതായത് ഇതാണ് നമ്മുടെ ബിൽഡിംഗ് എ ബി. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? എ സി തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താൽ മതി? ഇവിടെയും നമ്മൾ എന്ത് തന്നെ അപ്ലൈ ചെയ്യുക? ടാൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചു എന്താണ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. നമുക്ക് ഇത് തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? എ ബി. അതാണല്ലോ നമ്മുടെ ബിൽഡിംഗ്. എന്താണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ്? എ ബി ഡിവൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് എന്താണ്? ഗ്രൗണ്ട് ലെവൽ. ദാറ്റ് ഈസ് 30 തന്നിട്ടുണ്ട്. ഇവിടെ 30 ഇടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ എത്രയാണ്? 25 ഈസ് ഈക്വൽ ടു എ ബി ബൈ 30. ടാൻ 25ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തരും. 25ന്റെ വാല്യൂ 4.466 ഈസ് ഈക്വൽ ടു എ ബി ബൈ 30. ഇതാണ് എ ബി കണ്ടുപിടിക്കാം. എ ബി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.466 ഇൻറ്റു 30. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ഗുണിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ആൻസർ എത്ര കിട്ടും? 13.9. അപ്പൊ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര കിട്ടി? 13.9. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കുമെന്ന് 100% ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാണ്. ഇത് 100% ഉറപ്പാണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ കണക്കിലോട്ട് പോകാം. മൂന്നാമത്തെ കണക്ക് ഇതേപോലെ തന്നെ ചെയ്യാനുള്ളതാണ്. മൂന്നാമത്തെ കണക്ക് ഫിഗർ വരയ്ക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക ചെയ്യും. മൂന്നാമത്തെ കണക്ക് ഇപ്പൊ ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഇലക്ട്രിക് പോസ്റ്റ്. അപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവാം അല്ലെ. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ഈ ഇലക്ട്രിക് പോസ്റ്റ് എവിടെ നിൽക്കുള്ളൂ? അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇലക്ട്രിക് പോസ്റ്റ് എവിടെ നിൽക്കുള്ളൂ? ഇലക്ട്രിക് പോസ്റ്റ് ഗ്രൗണ്ടിലേ നിൽക്കുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്രൗണ്ട്, അവിടെ എന്തുണ്ട്? ഒരു ഇലക്ട്രിക് പോസ്റ്റ്. ഈ എ ബി ആണ് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ്. ഈ ഇലക്ട്രിക് പോസ്റ്റ് എന്താണ്? 2 wires are stretched either side and attached to. അതായത് ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഗ്രൗണ്ടിന്റെ ഇങ്ങോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത്, ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു
വയർ വെച്ച് നമ്മൾ കണക്ട്, അതായത് ഈ ബി സിയും ബി ഡിയും എന്താണ് സ്ട്രെച്ചഡ് വയേഴ്സുകൾ. ഈ വയർ വലിച്ച് നമ്മൾ ഈ ഗ്രൗണ്ടിൽ കെട്ടിയപ്പോൾ ഇവിടെ രണ്ട് കോണളവുകൾ ഉണ്ടായി, ആംഗിളുകൾ ക്രിയേറ്റ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. 55 ഡിഗ്രിയും 45 ഡിഗ്രി ആംഗിളുകൾ ക്രിയേറ്റ്. ശരി, നമുക്ക് ഇത് 55 ഡിഗ്രി എന്നും ഇത് 45 ഡിഗ്രി എന്നും നമുക്ക് എഴുതാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫീറ്റ് ഓഫ് ദ വയേഴ്സ് ഈസ് 20. അതായത് ഈ വയറിന്റെ ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ദൂരം അവർ തന്നിട്ടുണ്ട് 25 മീറ്റേഴ്സ് ആണ് തന്നിട്ടില്ലേ. എങ്കിൽ ഞാനൊരു കാര്യം പറട്ടെ, ഈ സി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എക്സ് അല്ലെങ്കിൽ ഈ എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എക്സ് ആയിട്ട് എടുത്താൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും 25 മൈനസ് എക്സ് ആയിരിക്കും അല്ലെ. ടോട്ടൽ 25 ആണ്, അതിൽ നിന്ന് എക്സ് പോയാൽ മിച്ചം എത്രയാണ് 25. കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം. ഇനി ഒരു ചോദ്യം, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ്? ഈ പോസ്റ്റിന്റെ ഹൈറ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എ ഡി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു പ്രത്യേകത. എന്ത് ട്രയാങ്കിൾ ആണത്? ആ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഐസോസലസ് ട്രയാങ്കിൾ ആണ്. കാരണം ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 45 ഡിഗ്രി തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 45 ഡിഗ്രിക്കെതിരെ എക്സ് സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 45 ഡിഗ്രിക്കെതിരെയായ ഇത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? എക്സ് ആയിരിക്കും. നിങ്ങൾ നോക്കേണ്ട കാര്യം, നമുക്കിതേ ആ ട്രയാങ്കിൾ മാത്രം, ഏത് ട്രയാങ്കിൾ? നമ്മുടെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രം നമുക്ക് ഇങ്ങോട്ട് ഉപയോഗിക്കാം. സി ഇത് എ, ഇതെന്താണ് ബി ആണെങ്കിൽ ഇത് എക്സ് ഉണ്ട്, ഇത് എത്രയാണ് 55 ആണ്, ഇത് നമുക്കറിയാം 25 മൈനസ് എക്സ് ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്താൽ മതി? നമുക്ക് ഇവിടെയും നമ്മുടെ ടാൻ 55 അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ടാൻ തീറ്റ അല്ലെ. അവിടെ ടാൻ തീറ്റയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം? 55. അപ്പൊ ടാൻ 55 ഈസ് ഈക്വൽ ടു ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? എക്സ് ഡിവൈഡ് ബൈ അല്ലെ. ടാൻ 55ന്റെ ഓപ്പോസിറ്റ് എക്സ് ഡിവൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് എന്താണ്? 25 മൈനസ് എക്സ്. സിമ്പിൾ അല്ലേ? ടാൻ 50ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തരും. വാല്യൂ 1.42 എന്നാണ്. ഈസ് ഈക്വൽ ടു എക്സ് ബൈ 25 മൈനസ് എക്സ്. ഇത് നമുക്കറിയാം. ഈ 25 മൈനസ് എക്സ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? 1.42 ഇൻറ്റു 25 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും പറഞ്ഞു? 1.42 ഇൻറ്റു 25 മൈനസ് 1.42 എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഈ മൈനസ് 1.42 എക്സ് ഇപ്പുറം പോകുമ്പോൾ എന്താവും? ആ പ്ലസ് ആവും. അപ്പൊ എന്ത് വരും? 1.42 എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ഗുണിക്കാൻ നേരം നമുക്ക് എത്ര കിട്ടും? രണ്ടും കൂടെ ഗുണിക്കാൻ നേരം നമുക്ക് 35.5 എന്ന് കിട്ടും. നമുക്കറിയാം 1.42 എക്സ് പ്ലസ് എക്സ് എത്രയാണ്? 2.42 എക്സ് ഈസ് ഈക്വൽ ടു 35.5. ഇതിന്റെ അകത്ത് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 35.5 ഡിവൈഡ് ബൈ 2.42. ഈ എക്സ് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 14.79. ഈ 14.79 ആണ് നമ്മുടെ എക്സ്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എ ബി ആണ്. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പോസ്റ്റ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ്? ആൻസർ ഈസ് 14.79. എല്ലാത്തിന്റെയും ആധാരം എന്ന് പറയുന്നത് എന്താണ്? എലവേഷൻ എന്താണ്, ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് 2 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 2 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്ററിന്റെ എല്ലാ കണക്കും നമ്മൾ ചെയ്തു കഴിയും. അപ്പം അടുത്ത ഭാഗത്തിൽ നമുക്ക് ആ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും